ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ നൈക്ക ഹോൾ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ എപ്പോഴും കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കാറില്ല. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന, റിവ്യൂ ചെയ്യണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് ഫീൽ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ട്രൈപോഡൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സംസാരിക്കാം. എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ ഒരു 4-5 പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയത് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രൊഡക്ട്സ് നോക്കാം. ഇതാണ് പാക്കേജ്. ഓക്കെ, ഇതിപ്പോൾ നൈക്ക സെയിൽ കിടക്കായിരുന്നല്ലോ, ഞാൻ അതുകൊണ്ടാണ് കുറച്ചധികം വാങ്ങിയത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, എൻ്റെ കട്ടിലിൻ്റെ പുറത്തിരുന്നാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാമോ? ഇവിടെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ്റെ പാർട്ടായിട്ട് എന്തൊക്കെയോ പാട്ടും ബഹളവും അങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കത്തിയൊന്നുമില്ല, നമുക്ക് തോന്നിയ പാട് പൊട്ടിക്കാം എന്നാണ് എൻ്റെ. ഓക്കെ, സോ നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ള സാധനങ്ങൾ. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കണ്ണാടിയൊക്കെ വെക്കാണ്ട് കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്നൊക്കെ കരുതി വെച്ചതാണ്. പക്ഷേ കണ്ണ് തീരെ കാണുന്നില്ല. സോ കണ്ണാടി വെച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണല്ലോ ഇപ്പോൾ. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഞാൻ കുറേ ആയി, പൊട്ടിക്കാൻ പറ്റുന്ന കുറേ ആയി ഞാനിത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിങ്ക് സെയിൽ വന്നപ്പോൾ വാങ്ങിയതാണ്. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ടെക്സ്ചർ നോക്കാം എന്താണ് അവസ്ഥ. ഓ, നൈസ് ആയിട്ടുണ്ട്. എനിക്കിത് ഇട്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ, ഒരു തണുപ്പുണ്ട്, ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോപ്പർ റിവ്യൂ പറയാം. ഞാൻ അല്ലാണ്ട് റിവ്യൂ പറയാൻ ശരിയല്ലോ. പിന്നെ ഞാനൊരു സെറം വാങ്ങിച്ചിട്ടുണ്ട്, അനുവ 10% നിയാസിനമൈഡ് ആൻഡ് ട്രാനക്സാമിക് ആസിഡ് ആണെന്ന് തോന്നുന്നു. ട്രാനക്സാമിക് ആസിഡിൻ്റെ സെറം. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടു, കാണുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അടിപൊളിയാണ്, നല്ല ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ്. സോ അങ്ങനെയാണ് കണ്ടോ, ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ വാട്ടർ, ഗ്ലിസറിൻ, നയാസിനമൈഡ്, ട്രാനക്സാമിക് ആസിഡ്. ഓക്കെ, അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 5 ഇൻഗ്രീഡിയൻറ്റിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കണം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. നിങ്ങൾക്ക് ഇത് കാണും. വെയിറ്റ്, ഐ ക്യാൻ ഷോ യു. ഓക്കെ, 10%. ഇതാണ് സാധനം. നൈസ് അല്ലേ, ഭയങ്കര ഭംഗി കാണാൻ. സ്മെല്ലൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഇത്. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതും ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം നല്ലൊരു 3-4 പ്രൊഡക്ട്സ് കയ്യിലുണ്ടാവുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇത് കഴിഞ്ഞു, ഇനി അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ബോഡി വൈസിൻ്റെ 10% AHA ബോഡി സ്ക്രബാണ്. ഇതും ഞാൻ ഇൻഗ്രീഡിയൻറ്റ് കണ്ടിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റാണ്. ഞാൻ റിവ്യൂ ഒന്നും അധികം കണ്ടിട്ടില്ല ഈ പ്രൊഡക്ട്സിൻ്റെ. ഞാൻ നോക്കിയപ്പോഴെല്ലാം ഓക്കെ, നല്ല റിവ്യൂ ആണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു മിനിമം ഞാനൊരു 2 to 4 വീക്ക് യൂസ് ചെയ്താലേ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ എനിക്കൊരു സ്ക്രബ് വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഡവിൻ്റെ ആണ് ആദ്യം നോക്കിയത്. അപ്പോൾ ഡവിനെക്കാളും എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് തോന്നി. അറിഞ്ഞൂടാ, യൂസ് ചെയ്ത് കഴിയുമ്പോൾ പറയാം. കൊള്ളാമെങ്കിൽ ഞാൻ റിവ്യൂ ഇടാം കേട്ടോ. ഇതിനെപ്പറ്റി കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഞാൻ റിവ്യൂ ഇടും. ഇനി അടുത്ത വാങ്ങിയ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഓർഡിനറിയുടെ 7% ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ. എല്ലാവർക്കും അറിയാമെന്നുള്ള, എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇത്.
ബോഡി ടാനിങ് കുറയ്ക്കാൻ ഇതിൽ പരം നല്ല സാധനമില്ല. നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം, ഡാൻഡ്രഫിന് വേണ്ടി യൂസ് ചെയ്യാം, പിന്നെ എന്താണ് മൈൽഡ് എക്സ്ഫോളിയേഷൻ എന്ന രീതിയിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണോ യൂസ് ചെയ്യാം. അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ദിസ് വൺ ഓർഡിനറിയുടെ. ആൻഡ് ലാസ്റ്റ് വൺ, ഞാൻ ടോണേഴ്സ് അധികം യൂസ് ചെയ്യും. ഫേസ് വാട്ടർ മറ്റേ റോസ് വാട്ടർ ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വേറെ ടോണേഴ്സ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് അത് മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ലൊരു ടോണർ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് എഴുതിയിട്ട് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു ടോണർ മേടിച്ചു. ഇതും നല്ല റിവ്യൂ ആണ്. അതായത് അപ്പോൾ ഇതും ജിൻസെങ് എസൻസ് വാട്ടറാണ്. എസൻസ് ആണ്, ടോണർ അല്ല, എസൻസ് ആണ്. ടോണർ പോലെ തന്നെ ഉപയോഗിക്കുക. കുറച്ചെടുക്കുക, ഡാബ് ചെയ്യുക ഫേസിൽ, അത്രയേ ഉള്ളൂ. ഫേസ് വാഷ് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇതായിരിക്കും. ഫേസ് വാഷ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫിക്സ് ഡെർമയുടെ സാലിസ് ആപ്പ് എന്ന് പറയുന്ന ഫേസ് വാഷ്, പിന്നെ ടോണർ, അനുവയുടെ 10% നിയാസിനമൈഡ് സെറം, ബയോഡെർമയുടെ മോയ്സ്ചറൈസർ ആൻഡ് എന്താണ് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ മോർണിംഗ് റൂട്ടീൻ. ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. ഓക്കെ, അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചാടിക്കയറി പ്രൊഡക്റ്റ് വാങ്ങരുത്. ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് ഞാൻ റിവ്യൂ പറയാം. ആൻഡ് എൻ്റെ സ്കിന്നിൽ പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ സ്കിന്നിൽ. ചിലപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് ചേരുമായിരിക്കും, നിങ്ങൾക്ക് ചേരണമെന്നില്ല. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവും. ഡ്രൈ സ്കിന്നുള്ള എന്തായാലും മനസ്സിലാവും, കാരണം എനിക്ക് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് റിവ്യൂ ഇട്ടതിന് ശേഷം പ്രൊഡക്റ്റ് വാങ്ങാം കേട്ടോ. അതുവരെ പ്രൊഡക്റ്റ് ചാടിക്കയറി വാങ്ങാണ്ടിരിക്കുക. ഓക്കെ, ബൈ.